സാധാരണ നിങ്ങൾ കാണാറുള്ളത് ഞാൻ അടുക്കളയിൽ മീൻ വേസ്റ്റും പച്ചക്കറി വേസ്റ്റും ഒക്കെ വെച്ചിട്ടുള്ള കൃഷി രീതിയിൽ കാണാറുള്ളത്. അപ്പോൾ ഇന്ന് മുളക് നടാൻ വേണ്ടിയിട്ട് വീട്ടിലെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വെച്ചിട്ടുള്ളൊരു കൃഷി രീതിയാണ് കേട്ടോ കാണിക്കുന്നത്. ഇത് തീർത്തും സീറോ കോസ്റ്റാണ്. നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ വിളവെടുത്ത ഓർഗാനിക് പച്ചക്കറികളാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ടയറും അതുപോലെ തന്നെ ഒരു പ്ലൈവുഡിൻ്റെ പീസും വെച്ചിട്ടുള്ള ഒരു സ്റ്റാൻഡാണ് കേട്ടോ സെറ്റ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ മുളക് നടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ സ്റ്റാൻഡ് സെറ്റ് ചെയ്യുന്നത്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു അടിപൊളി ഐഡിയ പറഞ്ഞുതരാം കേട്ടോ. അതെന്താ ചെയ്തേക്കണമെന്ന് വെച്ചാൽ നമ്മുടെ കയ്യിൽ ഒരുപാട് കവറുകളും ഒക്കെ ഉണ്ടാവുമല്ലോ. ഇതുപോലത്തെ ചായപ്പൊടിയുടെ കവറ്, ബേക്കറിയുടെ കവറൊക്കെ ഉണ്ടാവും, പാലിൻ്റെ കവറൊക്കെ ഉണ്ടാവും. അതൊക്കെ ഇതുപോലുള്ള മിഠായിയുടെ ബോക്സിൽ നിറച്ച് കൊടുക്കുക. അപ്പോൾ ഒരുപാട് കവർ കയറും കേട്ടോ. ഒരു 3-4 മാസത്തെ കവറുകൾ ഇതിൻ്റെ ഉള്ളിൽ നിറച്ചിട്ടുണ്ട്. അപ്പോൾ അത് ബേസായിട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ പ്ലൈവുഡിൻ്റെ പീസ് വെച്ചു. എന്നിട്ട് നല്ലൊരു ഇതുപോലത്തെ ഒരു കവർ കൊണ്ട് കവർ ചെയ്തിട്ട് അതിൻ്റെ പൊക്കത്താണ് കേട്ടോ ഞാൻ ഈ ടയർ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ടെറസിന് നാശാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊരു നല്ല ഗുഡ് ഐഡിയ ആണ്. ഒരു കാശ് ചിലവില്ലാത്ത സൂപ്പർ ഐഡിയ ആണ് കേട്ടോ. അപ്പോൾ അതിൽ സാധാരണ പോലെ നിറച്ച് കൊടുക്കുന്നത് നമ്മുടെ കരിയില തന്നെയാണ്. മാവിൻ്റെ കൊമ്പ് വെട്ടിയപ്പോൾ ഒരുപാട് കരിയില ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ കീറിയ ചാക്കൊക്കെ ഇല്ലേ, അതൊക്കെ നമുക്ക് ഇതേപോലെ കുപ്പികളിൽ നിറച്ചിട്ട് ഇതുപോലെ സ്റ്റാൻഡ് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. മേലെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇതുപോലത്തെ മണ്ണാണ്. ഇത് കമ്പോസ്റ്റ് തന്നെയാണ്. നമ്മുടെ ഒരു ചാക്ക് ഒഴിവാക്കിയപ്പോൾ കിട്ടിയതാണ് കേട്ടോ. ഇതുപോലത്തെ കമ്പോസ്റ്റ് തന്നെയാണ്. കുറേ ഇലകളൊക്കെ ദ്രവിച്ചിട്ടുണ്ട്, കുറേയൊക്കെ ദ്രവിച്ചിട്ടില്ല. അപ്പോൾ അതാണ് കേട്ടോ അതിൻ്റെ മേലെ ഇട്ട് കൊടുക്കണം. അല്ലാതെ വേറെ മണ്ണൊന്നും എൻ്റെ കയ്യിലില്ല, അത് നിങ്ങൾക്ക് അറിയാവുന്നതാണല്ലോ. അപ്പോൾ ഇതിലാണ് മുളക് നടാൻ പോകുന്നത്. അപ്പോൾ മണ്ണിരൊക്കെ ഉണ്ട് അതിൽ, പിന്നെ ഒരുപാട് സൂക്ഷ്മജീവികളൊക്കെ ഉണ്ട്. അപ്പോൾ സൂക്ഷിച്ചിട്ട് പെരുമാറണം. അപ്പോൾ ഇതുപോലെ കുറേ മുളക് തൈകൾ മുളച്ച് വന്നിട്ടുണ്ട്. കുറേയൊക്കെ ഞാൻ ചാക്കിൽ നട്ടിട്ടുണ്ട് കേട്ടോ. ആ സൈഡിലിരിക്കുന്നതൊക്കെ അതാണ്. അപ്പോൾ ഇനിയും ബാക്കിയുണ്ട്, ഇഷ്ടംപോലെ മുളക് തൈ മുളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊന്നും ഞാൻ കാശ് കൊടുത്ത് മേടിച്ച വിത്തല്ല. അപ്പോൾ ഇതെങ്ങനെ കിട്ടി എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എങ്ങനെയാണ് മുളച്ച് വന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പം ഞാൻ ഈ ടയറിൽ നടാൻ പോകുന്നത് 5 മുളക് തൈകളാണ്. അപ്പോൾ ഈ 5 മുളക് തൈയും ഒരേ മുളകാണെന്ന് എനിക്കറിയില്ല. 5ഉം 5 തരമായിരിക്കാം, അല്ലെങ്കിൽ ഒരേ തരമായിരിക്കാം. അപ്പോൾ ഇതൊക്കെ കുറേ ഉണ്ട്. ഇത് 5 മാത്രമല്ല കേട്ടോ, ഇഷ്ടംപോലെ മുളക് തൈ വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം പറിച്ച് നടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിൽ 5 വെച്ച് കൊടുക്കുന്നത്. ഇനി പ്രത്യേകിച്ച് വളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. എന്നാലും മുളക് നന്നായി കായ പിടിക്കാനുള്ള വളം നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന സൂപ്പറായിട്ടുള്ള വളം നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റും. ഞാൻ എപ്പോഴും ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഞാൻ പറഞ്ഞുതരാം. പെട്ടെന്ന് കായ ഉണ്ടാവും കേട്ടോ. അപ്പോൾ സൗണ്ട് കൊടുക്കുമ്പോൾ കുറച്ച് ഇടർച്ചുണ്ട്, അത് തൊണ്ടയ്ക്ക് ഇച്ചിരി പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. അപ്പം നമ്മൾ ആ ഒരു വളം ആഴ്ചയിൽ ഒരു ദിവസം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അതിൽ നല്ല അടിപൊളിയായിട്ട് കായ ഉണ്ടാവും. അപ്പം നട്ടപ്പോൾ ഞാൻ നടുന്ന ദിവസം ശരിക്കും പറഞ്ഞാൽ ഒരാഴ്ചയോളം വേറെ വളങ്ങളൊന്നും ഇതിന് ഒഴിച്ചു കൊടുക്കില്ല കേട്ടോ. നല്ല സാധാ വെള്ളത്തിൽ കൊണ്ട് നനയ്ക്കുള്ളൂ. 2 നേരം നനക്കുക. അപ്പോൾ നല്ല വെയിലായതുകൊണ്ട് 2 നേരം നനച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ സ്റ്റാൻഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് വെള്ളം ഒഴുകിപ്പോവും കേട്ടോ. നന്നായിട്ട് വെള്ളം ഒഴുകിപ്പോവും, കെട്ടിക്കെടുക്കൊന്നുമില്ല ടയറിൽ. ഇതുപോലെ മണ്ണൊന്നും പുറത്തേക്ക് പോവില്ല. എന്നാൽ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് ഒഴുകിപ്പോവും കേട്ടോ. അത് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. ഇതിൻ്റെ അപ്പുറത്ത് നട്ടിട്ടുള്ളത് മധുരക്കിഴങ്ങാണ്. പിന്നെ അപ്പുറത്ത് പൊന്നാങ്കണ്ണിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇതേപോലെ വെള്ളം ഒഴുകിപ്പോവും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നങ്ങളുമില്ല. വെള്ളം കെട്ടിക്കിടക്കുന്ന യാതൊരു പ്രശ്നം ഈ സ്റ്റാൻഡിലില്ല കേട്ടോ. ഇതൊരു സീറോ കോസ്റ്റ് സ്റ്റാൻഡാണ്. കണ്ടില്ലേ, ഞാനിങ്ങനെ പ്ലാസ്റ്റിക് വെച്ചിട്ട് ഉണ്ടാക്കിയ സ്റ്റാൻഡ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ പറയണേ. അപ്പോൾ ഇതിന് നന്നായിട്ട് നനച്ചു കൊടുക്കണം കേട്ടോ. പിന്നെ ഈ തൈ നമ്മൾ മാറ്റി നടുമ്പോൾ വേര് പൊട്ടാതെ സൂക്ഷിക്കണം കേട്ടോ. എന്നാലാട്ടോ നല്ല രീതിയിൽ പിടിച്ചു കിട്ടുള്ളൂ. വേര് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആ തൈ പിടിച്ചിട്ടില്ലേ. അപ്പോൾ ഞാൻ ഒഴിച്ചു കൊടുക്കുന്ന വളം എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. കഞ്ഞിവെള്ളത്തിൽ ചാറിട്ട് പുളിപ്പിച്ചതാണ് ഇട്ടത്. 2-3 ദിവസം പുളിച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഇട്ട മുളകിന് ഒഴിച്ചു കൊടുക്കുന്നത്. മുളകിനും എന്നല്ല, എല്ലാ പച്ചക്കറികൾക്കും ഒഴിച്ചു കൊടുക്കാം. പക്ഷേ മുളകിന് ഇത് ആഴ്ചയിൽ ഒരു ദിവസം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട്, വേറെ വളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ, നന്നായിട്ട് തന്നെ മുളകുണ്ടാവും. അപ്പോൾ എൻ്റെ ഒരു മുളക് നന്നായിട്ട് ഉണ്ടാവാൻ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നിന്നൊരു 10-15 എണ്ണം പറിച്ച് കഴിഞ്ഞു. പിന്നെ ഇനിയിപ്പം കുറച്ചും കൂടി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പം ഇതെല്ലാ തൈകളും ഇങ്ങനെ പറിച്ച് നട്ട് കഴിഞ്ഞ് നമുക്ക് പുറത്തുനിന്ന് ഇതെല്ലാം ഒരുമിച്ച് ഉണ്ടാവാൻ തുടങ്ങിയാൽ നമുക്ക് ഇനി കടയിൽ നിന്ന് പച്ചമുളക് മേടിക്കേണ്ട കാര്യം ഉണ്ടാവില്ല. അപ്പം ഞാൻ ഒന്നേന്ന് തുടങ്ങിയതാണ്. ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ, എൻ്റെ ചാനലിൽ അതെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ തരുന്ന വലിയ സപ്പോർട്ടാണ് എൻ്റെ വിജയം. അപ്പോൾ അതേപോലെ തന്നെ ഞാൻ
ഇതേപോലെ ഒരു ടയറും കൂടി ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ. അപ്പോൾ അതിൽ വീണ്ടും 5 പച്ചമുളകും കൂടിയും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ടയറിലെ കൃഷി അടിപൊളിയാണ്. എനിക്കെൻ്റെ വീടിൻ്റെ മുന്നിൽ ഒരു പലചരക്ക് കടയാണ്. അപ്പോൾ അവിടെ നിന്ന് ഒരുപാട് പച്ചക്കറിയുടെ വേസ്റ്റ് കിട്ടാറുണ്ട്. ഇതുപോലത്തെ പഴത്തിൻ്റെ എന്തെന്ന് പറയുക, പഴക്കൊലയുടെ ഇതാണ് കേട്ടോ, വേസ്റ്റാണ് ഇട്ടത്. അതിൻ്റെ കൂടെ നല്ല അടിപൊളി കയറ് കിട്ടും. അതാണ് ഞാൻ സിമെൻറ്റ് ചാക്ക് മറിക്കുമ്പോൾ കിട്ടണില്ലേ, അത് കയറാണ്. അപ്പോൾ ഇതുപോലെ കുറേ പച്ചക്കറിയുടെ വേസ്റ്റ് കിട്ടും. അപ്പോൾ അതിലുണ്ടാവും തക്കാളി, പച്ചമുളക്, വഴുതനങ്ങൊക്കെ. അപ്പോൾ ഇതൊക്കെ മുളച്ചിട്ടാണ് കേട്ടോ എനിക്ക് തൈകൾ ഉണ്ടാവുന്നത്.